KR സാജു കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. സാജു, വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട്, പക്ഷേ ഇപ്പോഴും ഒരു കൃത്യമായ ഒരു സൂചന തുമ്പ് പോലീസിന് ലഭിച്ചിട്ടില്ല ഗോവിന്ദചാമി എങ്ങോട്ട് പോയി എന്നതിൽ. ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ തെരച്ചിൽ അന്വേഷണം പുരോഗമിച്ചു വരുന്നത്? ഇപ്പോൾ പോലീസ് സംവിധാനങ്ങൾ സടകുടഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. കാരണം 7:15 പോലീസിന് ഇത് സംബന്ധിച്ച വിവരങ്ങൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ലഭിക്കുന്നത്. സംസ്ഥാന ആകമാനമുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ അടക്കം എവിടെയൊക്കെ അരിച്ചു പറക്കാൻ കഴിയുമോ അവിടെയൊക്കെ അന്വേഷിക്കുക. ഈ സമയം കൊണ്ട് എത്രയൊക്കെ ദൂരത്തേക്ക് ഏതൊക്കെ പ്രദേശത്തു നിന്നും എത്താൻ കഴിയും ആ ജയിൽ പരിസരത്തു നിന്നും എന്നത് കണക്ക് കൂട്ടിക്കൊണ്ടുള്ള ഒരു തിരച്ചിൽ വ്യാപകമാക്കുന്ന രീതിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സ്വകാര്യ വാഹനങ്ങൾ അടക്കം പരിശോധിക്കണമെന്ന നിർദ്ദേശം പോലീസ് നൽകിയിട്ടുണ്ട്. എല്ലായിടത്തും അത്തരം പരിശോധനകളും ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ കണ്ണൂർ ജയിലിൽ സംഭവിച്ചത് അതീവ സുരക്ഷാ വീഴ്ചയാണ് സെൻട്രൽ ജയിലിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന സെല്ലിൽ നിന്നും ഒരാൾ ചാടിക്കടന്നുപോയിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞ്, ഏതാണ്ട് കൃത്യമായി പറഞ്ഞാൽ 6 മണിക്കൂറുകൾക്ക് ശേഷം മാത്രമാണ് സെൻട്രൽ ജയിൽ അധികൃതർ അറിഞ്ഞത് എന്നത് തന്നെ എത്രത്തോളം അനാസ്ഥ ഉണ്ടായിരിക്കുന്നു എന്നതിന്റെ തെളിവായി മാറുകയാണ്. നമുക്കറിയാം, സംസ്ഥാനം കണ്ട കൊടും കുറ്റവാളികളിൽ ഒരാളാണ് ഗോവിന്ദചാമി എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഇല്ലാത്തതാണ്. അത്തരം ഒരു കുറ്റവാളിക്ക് ജയിൽ ചാടിപ്പോകാൻ തന്നെ കഴിയുന്നത് എത്രത്തോളം ഗുരുതരമായ വീഴ്ചയാണ് എന്ന കാര്യം ആലോചിക്കുന്നുണ്ട്. ഏതാണ്ട് പുലർച്ചെ 1 മണിയോടുകൂടി CCTV ദൃശ്യങ്ങൾ പ്രകാരമാണെങ്കിൽ ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തു കടന്നിട്ടുണ്ട്. 7:10 മാത്രമാണ് ഈ വിവരം പോലീസിലേക്ക് കൈമാറുന്നത്. 7 മണിക്ക് മാത്രമാണ് ഇതറിയുന്നത്. ഗോവിന്ദചാമിക്കൊപ്പം സെല്ലിലുണ്ടായിരുന്ന ആൾ നൽകിയിരിക്കുന്ന മൊഴിയുടെ ചില വിശദാംശങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഉറങ്ങിപ്പോയിരുന്നു, താനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന ഒരു മൊഴിയാണ് ലഭിച്ചിരിക്കുന്നത്. അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്ന കാര്യത്തിലും സംശയവുമുണ്ട്. ഏതായാലും വളരെ ഗുരുതരമായ അനാസ്ഥ പറ്റിയിട്ടുണ്ട്. മാത്രമല്ല, ഇന്ന് സെൻട്രൽ ജയിലിൽ സംസ്ഥാനത്തെ ജയിൽ മേധാവി സന്ദർശിക്കാനിരുന്നതാണ്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി അദ്ദേഹം ജയിലിലെത്തും എന്ന കാര്യം നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. അത്തരമൊരു സാഹചര്യം ഉള്ളപ്പോൾ പോലും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ല വേണ്ടത്ര എന്നതിന്റെ തെളിവാണ്. മാത്രമല്ല, ജയിലിൽ ഇലക്ട്രിക് കമ്പിവേലികൾ ഉണ്ട് എന്ന വിവരം ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതൊന്നും പ്രവർത്തിച്ചില്ലേ എന്നതടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇതിന് മറ്റാരുടെയൊക്കെ സഹായം ലഭിച്ചോ എന്ന സംശയം ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. അതിനുത്തരം നൽകേണ്ടതും സെൻട്രൽ ജയിൽ അധികൃതരാണ് എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല. പക്ഷേ ഗുരുതരമായ വീഴ്ച ഇവിടെ സംഭവിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പാണ്. നമുക്കറിയാം, സൗമ്യ വധക്കേസുമായി ബന്ധപ്പെട്ട് 2011 ഫെബ്രുവരി 1 ട്രെയിൻ യാത്രക്കിടയിൽ സൗമ്യ എന്ന പെൺകുട്ടി എറണാകുളത്തു നിന്നും ഷൊർണൂരിലേക്കുള്ള ട്രെയിൻ യാത്രക്കിടയിൽ ആക്രമിക്കപ്പെടുന്നത്. തീവണ്ടിയുടെ കമ്പാർട്ട്മെന്റിൽ വെച്ച് ഈ ഗോവിന്ദചാമി ആക്രമിക്കുകയും ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തള്ളിയിട്ട് അതിക്രൂരമായ ബലാത്സംഗത്തിനു വിധേയമാക്കി പിന്നീട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഫെബ്രുവരി 6 തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് സൗമ്യ മരിക്കുന്നത്. പിന്നീട് ആ കേസിന്റെ വിചാരണ തൃശൂരിലെ അതിവേഗ വിചാരണ കോടതിയിൽ നടക്കുന്നു. പ്രതിക്കെതിരെ ആരോപിക്കപ്പെട്ട 15 കുറ്റങ്ങളാണ് ഉണ്ടായിരുന്നത്. കൊലപാതകവും ബലാത്സംഗവും മോഷണവും തുടങ്ങിയ സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്നായിരുന്നു അതിവേഗ ജഡ്ജിയായ രവീന്ദ്ര ബാബുവിന്റെ വിധി പ്രസ്താവന. പ്രതി ജീവിച്ചിരിക്കുന്നത് സമൂഹത്തിലെ സ്ത്രീകൾക്ക് ഭീഷണിയാണ് എന്നുകൂടി കോടതി നിരീക്ഷിച്ചിരുന്നു. അപൂർവമായ സംഭവമാണ് എന്നായിരുന്നു വിചാരണ കോടതിയുടെ കണ്ടെത്തൽ. 2011 നവംബർ 11 പ്രതിക്ക് വധശിക്ഷയ്ക്ക് പുറമെ ജീവപര്യന്തം തടവും അടക്കമുള്ളവ വിധിക്കപ്പെട്ടിരുന്നു. തൃശൂർ അതിവേഗ കോടതിയിൽ 11 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് ആയിരുന്നു ആ വിചാരണ പോലും കരുതിയിരുന്നത്. അതും ഏതാണ്ട് 5 മാസങ്ങൾ എടുത്ത ശേഷമായിരുന്നു പിന്നീട് കേരള ഹൈക്കോടതി ഈ അതിവേഗ കോടതിയുടെ വിധിന്യായം ശരിവെക്കുകയുണ്ടായി. സുപ്രീം കോടതി കൊലപാതക കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയില്ല എന്ന് വിധിക്കുകയും അതിന് നൽകിയ വധശിക്ഷ 7 വർഷത്തെ കഠിന തടവായി കുറയ്ക്കുകയും ചെയ്തു. എന്നാൽ മറ്റു കുറ്റങ്ങളെല്ലാം ചേർത്ത് ജീവപര്യന്ത തടവു ശിക്ഷയും അംഗീകരിക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത്. 2 ശിക്ഷകളും ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകും എന്നുമായിരുന്നു ആ സുപ്രീം കോടതി വിധിയിൽ വിശദാംശിച്ച് പറഞ്ഞിരുന്നത്. സുപ്രീം കോടതിയുടെ 6-അംഗ ബെഞ്ച് ഏപ്രിൽ 28, 2017 ഇതിനെതിരെ വധശിക്ഷ റദ്ദാക്കിയതിനെതിരെ കേരള സർക്കാർ പ്രോസിക്യൂഷൻ നൽകിയ അപ്പീലും തള്ളിക്കളഞ്ഞിരുന്നു. അങ്ങനെയാണ് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതീവ കുറ്റവാളികളെ
താമസിപ്പിക്കുന്ന ഹൈടെക് സെല്ലിൽ 10B ബ്ലോക്കിൽ അദ്ദേഹത്തെ ഈ ഗോവിന്ദചാമി എന്ന പ്രതിയെ, കൊടും കുറ്റവാളിയെ, ഒരു മനസ്സാക്ഷിയും സമൂഹത്തോട് ഇല്ലാത്ത ഈ പ്രതിയെ താമസിപ്പിച്ചിരുന്ന അത്തരം ഒരു പ്രതിയാണ്. സമൂഹത്തിന് ഇയാൾ ജീവിച്ചിരിക്കുന്നത് സ്ത്രീകൾക്ക് ഭീഷണിയാണ് എന്ന് അതിവേഗ കോടതി ജഡ്ജി വിധിന്യായത്തിൽ രേഖപ്പെടുത്തിയ ഈ കുറ്റവാളിയാണ് ചാടിപ്പോയിരിക്കുന്നത്. ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ജയിൽ വകുപ്പിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല.